സമ്പത്തുണ്ടാകുമ്പോൾ കുന്നിടിച്ചും വയൽ നികത്തിയും അമിതമായി സമ്പാദിക്കാൻ വ്യഗ്രത കാട്ടുന്ന സമ്പന്നന്മാരിൽ നിന്നും കെ മുരളീധരൻ വ്യത്യസ്തനായത് പ്രശംസാവഹമെന്ന് VS അച്യുതാനന്ദൻ. ഏരൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമോത്സവത്തിന്റെയും മുരളിയ ഫൗണ്ടേഷൻ 10ാം വാർഷികത്തിന്റെയും തുടക്കം കുറിച്ചുകൊണ്ട് ഏരൂരിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിലാണ് VS ഇക്കാര്യം സൂചിപ്പിച്ചത്. സ്വന്തം വീടും നാടുമൊക്കെ മറന്നുപോകുന്ന പ്രവണതയിൽ നിന്നും മാറി ചിന്തിക്കുന്നയാളാണ് ശ്രീ മുരളീധരൻ എന്നത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അവരെപ്പറ്റി ആകുലതയാണ് സംസ്കാരത്തിന്റെ അടയാളം എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ ഏറ്റവും സംസ്കാര സമ്പന്നൻ ശ്രീ മുരളീധരൻ. കാരണം വേദനിക്കുന്ന മനുഷ്യന്റെ കണ്ണീരൊപ്പാൻ, സഹജീവികൾക്ക് ആശ്വാസത്തിന്റെ തണലേകാൻ, കൂടെയുള്ളവരെ ജീവിത വഴികളിൽ കാൽകറാതെ കൈപിടിച്ചുകൊണ്ടു പോകാൻ, ഇതിനൊക്കെ അദ്ദേഹം തന്റെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് പണവും സമയവും ഒക്കെ പകുത്തു നൽകുന്നു. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ മുരളിയ ഫൗണ്ടേഷൻ ചെയർമാൻ കെ മുരളീധരന് ചടങ്ങിൽ സ്വീകരണം നൽകി. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK സോമശേഖരപിള്ള സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ മുരളിയ ഫൗണ്ടേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനോദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ മേജർ രവി നിർവഹിച്ചു. മുരളീധരനോടുള്ള ആദരസൂചകമായി ഒരുക്കിയ പൌരസ്വീകരണം ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾക്കായുള്ള ഓണപ്പുടവ് വിതരണം C ദിവാകരൻ MLA നിർവഹിച്ചു. കെ മുരളീധരന്റെ ലേഖന സമാഹാരമായ സ്നേഹരാജ്യത്തിന്റെ പ്രകാശനം N പീതാംബരക്കുറുപ്പ് MP നിർവഹിച്ചു. ചടങ്ങിൽ അബ്ദുൽ സമദ് സമദാനി MP മുഖ്യപ്രഭാഷണം നടത്തി. BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, PS സുബാൽ XMLA, KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി, നാരായണ ഗുരുകുലം അധ്യക്ഷൻ ഗുരുമുനി നാരായണ പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ചന്ദ്രമോഹൻ, ചലച്ചിത്ര സംവിധായകൻ രാജീവ് അഞ്ചൽ, കൊല്ലം തുളസി, ഏരൂർ സുഭാഷ്, KC ജോസ്, ആലഞ്ചേരി ജയചന്ദ്രൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. ലൈവ് വാർത്ത അഞ്ചൽ.